വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്കുള്ള പാത തകർന്നതോടെ യാത്ര തന്നെ പ്രതിസന്ധിയിലായി കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ ഭിന്നശേഷിക്കാരനായ അതുൽ നാരായണന്. വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്കുള്ള വഴി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് അതുലും കുടുംബവും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മഴ പെയ്ത് റോഡ് ഭൂരിഭാഗവും തകർന്നതോടെ അതുലിന് പരസഹായമില്ലാതെ ഇതുവഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ജന്മന അതുലിന് കാഴ്ചശക്തി അല്പം കുറവായിരുന്നു. പോകെ പോകെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ പ്രതിസന്ധികളിൽ തളർന്നിരിക്കാൻ അതുൽ തയ്യാറായിരുന്നില്ല. നന്നായി പഠിച്ചു, ബിരുദം നേടി. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതത്തിന്റെ ഓരോ പടവുകളും വിജയകരമായി കയറുന്ന അതുലിന് വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ പ്രതിസന്ധിയാകുന്നത്. തകർന്നു കിടക്കുന്ന കുത്തനെയുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാകില്ല. തന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വഴി നന്നാക്കി തരാൻ പരാതി പറയാത്ത ഇടങ്ങളില്ല. പക്ഷേ ഒന്നും നടന്നില്ല. കൊണ്ടുവന്നതെല്ലാം വേറെ വാഹനത്തിനെ ആശ്രയിക്കണമെങ്കിൽ അവര് നമ്മളെ ഇതുപോലുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു വണ്ടിയും നമ്മുടെ അടുത്തേക്ക് വരവില്ല. ഓനെ കണ്ടം കടത്തി അപ്പുറത്തേക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഒരു പനി വന്നാലോ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴെല്ലാം കൊണ്ടുപോക്കും വരവും എല്ലാം. കോളേജ് പോകുന്ന സമയത്ത് അക്കരെ നടന്നു പോകും. കാറിട്ടോറോ അടുത്തേക്ക് അച്ഛൻ ആടുന്ന് അവിടെയാണ് അന്നേരം വണ്ടി വെക്കല്. ഇങ്ങോട്ട് കൊണ്ടുവരലില്ല ഓട്ടോറിക്ഷ. അവിടുന്ന് അങ്ങനെ അച്ഛൻ കൊണ്ടാക്കും. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ 13-ാം വാർഡിലാണ് അതുലിന്റെ വീട്. അധികാരികളുടെ അടുത്ത് പരാതി നൽകിയെങ്കിലും വാഗ്ദാനമല്ലാതെ മറ്റൊന്നുമുണ്ടായില്ല. വഴി പൂർണ്ണമായും തകർന്നതോടെ വാഹനങ്ങൾ പോലും ഇങ്ങോട്ടേക്ക് വരാതായി. ഈ വഴി നന്നാക്കിയാൽ തങ്ങൾക്ക് മാത്രമല്ല സമീപ പ്രദേശത്തെ കുടുംബങ്ങൾക്കും വലിയ ഉപകാരമാകുമെന്ന് അതുൽ പറയുന്നു. ജനം, കണ്ണൂർ.